+2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വികാസും കൂട്ടുകാരും ചൈത്ര എന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു. വികാസ് പബ്ലിക് സ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടറും പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്നു വികാസിന്റെ അച്ഛനും അമ്മയും. ഇങ്ങനെ വലിയ നിലയിലുള്ളവരുടെ മക്കളാണ് വികാസിന്റെ കൂടെയുള്ള മറ്റു കുട്ടികളും. ഒരിക്കൽ അണ്ടർ 18 കുട്ടികൾക്കുള്ള നോ ആൽക്കഹോൾ പാർട്ടിക്ക് ചൈത്ര പോകുന്നുണ്ട്. അവൾക്ക് IAS ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പാർട്ടിയിൽ വെച്ച് വികാസും കൂട്ടുകാരും അവളോട് വന്ന് സംസാരിക്കുന്നു. അവളും തിരിച്ചവരോട് സംസാരിക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് അവളും ഫ്രണ്ടും നേരത്തെ ഇറങ്ങുന്നുണ്ട്. പറഞ്ഞ സമയത്തിനും നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവളുടെ അച്ഛൻ അവളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ വികാസ് വന്ന് അവളെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നു. ഒരു ഫ്രണ്ടായി കണ്ടാണ് അവളും കൂടെ പോകുന്നത്. എന്നാൽ ഫുഡിൽ മയക്കുമരുന്ന് കലർത്തിയ ശേഷം ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി അവളെ അവർ 5 പേരും ചേർന്ന് റേപ്പ് ചെയ്യുന്നു. ഇതെല്ലാം അവരുടെ ഫോണിൽ പകർത്തുകയും ചെയ്തു. അതിനുശേഷം തിരിച്ച് പാർട്ടി നടന്ന സ്ഥലത്ത് തന്നെ അവളെ കൊണ്ടുവന്നാക്കുന്നു. തിരികെ വീട്ടിൽ വന്ന ചൈത്ര ആരോട് സംസാരിച്ചില്ല. അടുത്ത ദിവസം രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ വീട്ടിൽ പറയുന്നു. അങ്ങനെ വികാസിനും കൂട്ടുകാർക്കുമെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുകയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വികാസിന്റെ അമ്മ സ്കൂളിലെ പ്രിൻസിപ്പൽ സ്ഥാനം ഒഴിയുന്നു. തന്റെ തിരക്കുകൾക്കിടയിൽ മകന് വേണ്ടവിധം നോക്കാൻ പറ്റിയില്ല എന്നുള്ള കുറ്റബോധം അവർക്കുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും മകൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കണമെന്ന് അവളും ആഗ്രഹിച്ചു. പോലീസുകാരുടെ ടോർച്ചർ സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വികാസിനെ കണ്ട അവന്റെ അമ്മ, നീ ഇങ്ങനെ ഒന്ന് മരിച്ചാൽ പോരാ, നിങ്ങളെ ഉപദ്രവിച്ച പെൺകുട്ടി പോലും നിങ്ങൾക്കെതിരെ പോരാടാൻ തയ്യാറായി, എന്നിട്ടും നിനക്ക് ഇത്രപോലും ധൈര്യമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അവനെ പുച്ഛിക്കുന്നു. അതിനുശേഷം റേപ്പ് ചെയ്തു എന്നതിനുള്ള പ്രധാന തെളിവായ വികാസിന്റെ ഫോൺ പോലീസുകാർക്ക് അവന്റെ അമ്മ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കുകയും അങ്ങനെ അവർ ജയിലിലാവുകയും ചെയ്യുന്നു. എന്നാൽ ജയിലിൽ വെച്ച് വികാസ് പല ആൾക്കാരുമായി കൂട്ടാവുകയും പല ഡ്രഗ് മാഫിയുമായി അവന് ബന്ധമുണ്ടാവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ഒരു എക്സാം എഴുതിക്കാനുമായി അവന്റെ അമ്മ 3 മാസം പരോളിന് അപേക്ഷിച്ച് വികാസിനെ വീട്ടിൽ കൊണ്ടുവരുന്നു. എന്നാൽ അവൻ മദ്യവും മയക്കുമരുന്നും ചീത്ത കൂട്ടുകെട്ടുകളുമായി മുന്നോട്ട് പോയി. അവന്റെ അമ്മയും ഇതൊക്കെ കണ്ട് മദ്യപിക്കാൻ ആരംഭിച്ചു. ഇത് കണ്ട് സങ്കടം തോന്നി അവന് പതിയെ മാറി തുടങ്ങി. അവൻ എക്സാമിന് പഠിക്കാനായി തീരുമാനിച്ചു. എന്നാൽ ഡ്രഗ് മാഫിയായി വികാസിന് ബന്ധമുണ്ടെന്ന് അറിയുന്ന പോലീസുകാർ മജിസ്ട്രേറ്റിന് അനുവാദമുണ്ടെങ്കിൽ മാത്രമേ എക്സാം എഴുതിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. അങ്ങനെ വികാസ് താടിയും മുടിയുമൊക്കെ പഠിച്ച് കുട്ടപ്പനായി മജിസ്ട്രേറ്റിനെ കാണാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ആകട്ടെ നാളുകൾക്ക് മുന്നേ അവനും കൂട്ടുകാരും കൂടി റേപ്പ് ചെയ്ത് ചൈത്രയാണ് മജിസ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അവൻ അവളുടെ മുന്നിലിരുന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കുന്നുണ്ട്. പിന്നീട് അവനും തെറ്റ് ചെയ്തതിൽ കുറ്റബോധമുണ്ടെന്ന് മനസ്സിലായി എക്സാം എഴുതാൻ അവൾ അനുവാദം കൊടുക്കുന്നു.